സ്വാതന്ത്ര്യദിന സന്ദേശത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദമായ ദിമാഗി നക്സൽ പരാമർശം. രാജ്യത്ത് സായുധരായ നക്സലുകളെ അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും തലച്ചോറിൽ നക്സലിസം കൊണ്ട് നടക്കുന്നവർ ഇപ്പോഴും തുടരുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സായുധ നക്സലിസം ഇല്ലാതായെങ്കിലും സമൂഹത്തിൽ അശാന്തിയും അക്രമവും വിതയ്ക്കാൻ തരത്തിലുള്ള ദിമാഗി നക്സലുകൾ ശ്രമിക്കുന്നുണ്ടെന്നും അവരെ തിരിച്ചറിഞ്ഞൊറ്റപ്പെടുത്തണമെന്നും മോദി ആഹ്വാനം ചെയ്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. ഇതിനിടയിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി രൂപപ്പെട്ട അതേ മാതൃക പിന്തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പുതിയൊരു പാർട്ടി പേജ് കൂടി തരംഗമായത്. ദിമാഗി നക്സൽ പാർട്ടി. ഈ പേജ് ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെ 1,60,000 ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കാണാതാവുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്തു. ദിമാഗി നക്സൽ പരാമർശവും തുടർ പ്രതികരണങ്ങളും തന്നെയാണ് ഇന്ന് സ്പോട്ട്ലൈറ്റിലും. ആരാണ് ദിമാഗി നക്സലുകൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ ദിമാഗി നക്സൽ ഈ പരാമർശത്തെ ചൊല്ലി കേന്ദ്ര ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര് രൂക്ഷമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ദിമാഗി നക്സലുകളുടെ പട്ടിക പങ്കുവച്ചതാണ് പുതിയ തർക്കങ്ങൾക്ക് വഴി തുറന്നത്. എന്നാൽ റിജിജുവിന്റെ പോസ്റ്റിന് മറുപടിയായി അത്തരമൊരു ദിമാഗി നക്സൽ ആയതിൽ താൻ അഭിമാനിക്കുന്നു എന്ന കടുത്ത പരിഹാസവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ധനമന്ത്രിയുമായ പി ചിദംബരം രംഗത്ത് വന്നു. പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ നേരിട്ട് നക്സലുകൾ എന്ന് വിളിച്ചിട്ടില്ലെന്നും രാജ്യവിരുദ്ധ ആശയങ്ങളെയാണ് വിമർശിച്ചതെന്നും കിരൺ റിജിജു വിശദീകരിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസ് പ്രത്യാക്രമണം ശക്തമാക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും അധിക്ഷേപിക്കാനുമുള്ള BJPയുടെ കടുത്ത നിരാശയാണ് ഇത്തരം പ്രയോഗങ്ങളിലൂടെ പുറത്തുവരുന്നത് എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ ദിമാഗി നക്സൽ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് സൗരവ് ദാസും രംഗത്ത് വന്നു. സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാസമ്പന്നരായ യുവാക്കളെ നക്സലുകൾ എന്ന് മുദ്രകുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സൗരവ് ദാസ് എക്സിൽ കുറിച്ചു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ എന്നിവരടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും പ്രധാനമന്ത്രിയുടെ ദിമാഗി നക്സൽ പരാമർശത്തെ വിമർശിച്ചു. സർക്കാരിനെ വിമർശിക്കുന്നവരെയും അഭിപ്രായ വ്യത്യാസമുള്ളവരെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇത്തരം പരാമർശങ്ങളെന്നും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു. മാവോയിസ്റ്റുകളെ പിന്തുടരുന്നവരും ആർട്ടിക്കിൾ 370 പിന്തുണയ്ക്കുന്നവരും അടക്കമുള്ളവരാണ് ദിമാഗി നക്സലുകളെന്ന് റിജിജു തന്റെ പ്രസ്താവനയിൽ പിന്നീട് വ്യക്തത വരുത്തി. ഇന്ത്യൻ ഭരണഘടനയെ നിരസിക്കുന്നവരെയും വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നവരെയും വടക്കുകിഴക്കൻ മേഖലയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മേഖലയെ മുറിക്കണമെന്ന് വാദിക്കുന്നവരെയും ഉദ്ദേശിച്ചാണ് മോദിയുടെ പരാമർശമെന്നും റിജിജു അവകാശപ്പെട്ടു. ഒരൊറ്റ രാത്രി കൊണ്ട് ഇൻസ്റ്റഗ്രാം വൈറലാവുകയും അക്കൗണ്ട് കാണാതാവുകയും ചെയ്ത ദിമാഗി നക്സൽ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ 62 പോസ്റ്റുകൾ ഇടുകയും 35 പേരെ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടതും തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അക്കൗണ്ട് തിരിച്ചെത്തുകയും ചെയ്തത്. നിലവിൽ ഈ അക്കൗണ്ടിൽ 1.92 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഒരു ദിമാഗി ഇന്ത്യക്കാരൻ എന്നാണ് ഇതിന്റെ സ്ഥാപക സ്ഥാനത്ത് നൽകിയിരിക്കുന്ന പേര്. ചിന്തിക്കുക, ഗവേഷണം ചെയ്യുക, പ്രതിരോധിക്കുക, ഇതാണ് ഈ പേജിന്റെ മുഖ്യ മുദ്രാവാക്യം. ഈ നീക്കത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വിവിധ നയങ്ങളെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന പോസ്റ്റുകളാണ് പേജിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്നത്. ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ വിശേഷിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന പദങ്ങൾ നേരത്തെയും വിവാദങ്ങൾക്കിടവരുത്തിയിട്ടുണ്ട്. സമരം മാത്രം തൊഴിലായി നടക്കുന്ന രാഷ്ട്രീയക്കാരെ ആന്തോളൻ ജീവി എന്നും JNUവിലെ ഇടതു വിദ്യാർത്ഥികളെ ആക്ഷേപിച്ച് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നവർ എന്ന അർത്ഥത്തിൽ തുഗ്ഡേ ഗ്യാങ് എന്നും വിശേഷിപ്പിച്ചിരുന്നു. പക്ഷേ ഭരണകൂടത്തെ വിമർശിക്കുന്ന ബുദ്ധിജീവികളെയും സാമൂഹിക പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും അർബൻ നക്സൽ എന്ന് വിശേഷിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത്. നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി തുടർച്ചയായി ഭരണകൂട വിരുദ്ധ നീക്കങ്ങളെ തുലനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് അർബൻ നക്സൽ എന്ന് നൽകിയ വിശേഷണത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ദിമാഗി നക്സൽ പ്രയോഗവും എത്തിയത്. ഈ സാഹചര്യത്തിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ ഉദയവും അസ്തമയവും കൂടി പരാമർശിക്കേണ്ടതുണ്ട്.
നോക്കൂ, 1967 പശ്ചിമ ബംഗാളിലെ നക്സൽ ബാരി ഗ്രാമത്തിൽ കർഷകരുടെ ഒരു പ്രാദേശിക പ്രക്ഷോഭമായി ഉദയം കൊണ്ട നക്സലൈറ്റ് പ്രസ്ഥാനം ഇന്ത്യയിലെ മധ്യ കിഴക്കൻ സംസ്ഥാനങ്ങളെ വന ആദിവാസി മേഖലകളായിരുന്നു കൂടുതൽ വേരോടിയിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ദാരിദ്ര്യം, ഭൂമിയില്ലായ്മ, സാമ്പത്തിക അസമത്വം തുടങ്ങിയ ചൂഷണങ്ങൾക്കെതിരെ സായുധ വിപ്ലവത്തിലൂടെ പ്രതികരിച്ച അവർക്ക് അടിസ്ഥാന വർഗത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. പ്രത്യയശാസ്ത്രപരമായ ബലഹീനത, സംഘടനയിലെ ആശയപരമായ ഭിന്നത, വിഘടിച്ചു പോകൽ എന്നിവയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെയും സുരക്ഷാ സേനകളുടെയും നിരന്തരമായ സൈനിക ഓപ്പറേഷനുകളും കൂടി എത്തിയതോടെ നക്സൽ മുന്നേറ്റത്തിന്റെ ശക്തി ഗണ്യമായി ക്ഷയിക്കുകയായിരുന്നു. രാജ്യത്തെ നക്സലിസത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നത്. സുരക്ഷാ സേനയുടെ നിരന്തരമായ നടപടികൾ ഏറെക്കുറെ അവരുടെ സാന്നിധ്യത്തെ ഇല്ലാതാക്കിയിട്ടുണ്ട്. സമീപകാലത്ത് ആയിരക്കണക്കിന് കേഡർമാർ ആയുധം വച്ച് കീഴടങ്ങിയതോടെ ഇന്ത്യ മാവോയിസ്റ്റ് ഭീഷണിയിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രമാക്കപ്പെട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അടുത്ത് പ്രഖ്യാപിച്ചതും നമ്മൾ കണ്ടതാണ്. നഗരങ്ങളിൽ ജീവിച്ചുകൊണ്ട് മാവോയിസ്റ്റ് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകർ, അക്കാദമിക് വിദഗ്ധർ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെ ലക്ഷ്യമിട്ട് ഉപയോഗിച്ച പദമായിരുന്നു ഈ അർബൻ നക്സൽ. എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ വിവേക് അഗ്നിഹോത്രിയാണ് അർബൻ നക്സലൈറ്റ് എന്ന പ്രയോഗത്തെ ആദ്യമായി ഉപയോഗിക്കുന്നത്. 2018 മഹാരാഷ്ട്രയിൽ നടന്ന എൽഗാർ പരിഷത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രയോഗം വലിയ രീതിയിൽ പ്രചാരത്തിൽ വന്നത്. എന്നാൽ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യുന്നവരെയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നവരെയും നിശബ്ദരാക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നതെന്ന് പ്രതിപക്ഷവും വിമർശകരും വാദിക്കുന്നു. എൽഗാർ പരിഷത്ത്, ഭീമ കൊറേഗാവ്, ഒടുവിൽ പൗരത്വ സമരത്തിൽ ഉൾപ്പെടെ അറസ്റ്റിലായ വിവിധ മനുഷ്യാവകാശ പ്രവർത്തകർ, എഴുത്തുകാർ, അഭിഭാഷകർ ഇവരെയൊക്കെ അർബൻ നക്സൽ എന്ന പേരിട്ട് കേന്ദ്ര സർക്കാർ വേട്ടയാടുകയായിരുന്നു എന്നാണ് ഉയർന്ന ആക്ഷേപം. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും മുൻനിർത്തിയുള്ള ഭരണകൂടത്തിന്റെ ജാഗ്രതയാണ് ദിമാഗി നക്സൽ എന്ന പദപ്രയോഗത്തിലൂടെ പ്രധാനമന്ത്രി അർത്ഥമാക്കുന്നതെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ തന്നെ ജനാധിപത്യത്തിലെ വിയോജിക്കാനുള്ള അവകാശത്തെയും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെയും നിശബ്ദമാക്കാനുള്ള ബോധപൂർവമായ ചാപ്പകുത്തലായാണ് പ്രതിപക്ഷവും പൊതുസമൂഹവും ഇതിനെ വിലയിരുത്തുന്നത്. ദിമാഗി നക്സൽ പാർട്ടി പോലെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത വ്യക്തമാക്കുന്നത് ഇത്തരം അധിക്ഷേപ പ്രയോഗങ്ങൾക്കെതിരെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ശക്തമായ പ്രതിരോധം രൂപപ്പെടുന്നുണ്ട് എന്നുതന്നെയാണ്. ചുരുക്കത്തിൽ രാജ്യവിരുദ്ധമായ വിഘടനവാദ പ്രവർത്തനങ്ങളെയും സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ വിമർശനങ്ങളെയും രണ്ടായി തന്നെ കാണാൻ കഴിയുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യം അത് കൂടുതൽ അർത്ഥവത്താകുന്നത്. മറിച്ചുള്ള പ്രയോഗങ്ങൾ ഭരണകൂടത്തിന് നേരെ ഉയരുന്ന ചോദ്യങ്ങളെ വഴിതിരിച്ചു വിടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഈ ഒരു നിരീക്ഷണത്തോടു കൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വമ്പനോണം കൊമ്പൻ ഓഫർ.